ഇതിനകത്ത് നമ്മൾ അക്യൂസ് ചെയ്യുന്ന ആൾ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനത്തെ അന്വേഷണം തന്നെ എത്രമാത്രം പ്രോപ്പറാകും എന്നുള്ള സംശയമുണ്ട് പോലീസോ. കാരണം ഇതിനകത്ത് കൃത്യമായി ഒരു കൊലപാതക കേസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള അയാൾ ഒരു ക്രൈം ഇൻറ്റൻഷനുള്ള ഒരാൾ, വീണ്ടും കൊല്ലുമെന്ന് പറയുന്ന ആൾ, 120 ആളുകൾ പരാതി കൊടുത്തിരിക്കുന്ന ഒരാൾ, അയാൾ ഇതേ സ്റ്റേഷനിൽ വന്നു. ആ സ്റ്റേഷനിൽ വന്നപ്പോൾ അയാളെ ഒന്ന് പിടിച്ചു വെച്ച് അയാളുടെ ബെയിൽ കണ്ടീഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയിൽ മൂവ് ചെയ്ത് ആ ബെയിൽ ക്യാൻസൽ ചെയ്ത് അയാളെ ജയിലിലേക്ക് അടച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. അയാൾ വന്നതല്ലേ ഈ സ്റ്റേഷനിൽ വന്നപ്പം ഒരു ജനപ്രതിനിധിയായിട്ട് ഞാൻ കാണാനകത്ത് CA കാണാൻ അകത്തേക്കാണ് പോയത്. പക്ഷേ അയാൾ വരുമ്പോൾ ഒരു കൊലക്കേസിലെ പ്രതി അയാളെ പുറത്ത് കാണാൻ വേണ്ടിയിട്ട് CA പുറത്തേക്ക് ഇറങ്ങി വരിക, എന്തൊരു വ്യവസ്ഥയാണിത്? ഈ കൊലപാതകത്തിൻ്റെ ആ 2 കുട്ടികളെ അനാഥരാക്കിയതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം ഈ പോലീസ് സ്റ്റേഷനുള്ളതാണ്, ഈ പോലീസിനുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റിൻ്റെ വീഴ്ച എന്താണ്? ഒരു കൊലപാതകി, നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്, ഒരു കൊലപാതകി, ഒരു കൊലക്കേസിലെ പ്രതി, അയാൾ ബെയിൽ കണ്ടീഷനെ പാലിക്കാതെ അയാൾ ഈ കൊല്ലപ്പെട്ടവരുടെ വീടിന് തൊട്ടപ്പുറത്ത് 10 മീറ്റർ മാറി പബ്ലിക്കായി താമസിച്ചിട്ട് അത് കണ്ടെത്തി അയാൾ ബെയിൽ കണ്ടീഷൻ ലംഘിച്ചു എന്ന് റിപ്പോർട്ട് കൊടുക്കുവാൻ വീഴ്ച വരുത്തുന്ന ഇൻ്റലിജൻസ് എന്തിനു കൊള്ളാം? ആ ഇൻ്റലിജൻസിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, PK ഫിറോസിൻ്റെ സഹപ്രവർത്തകൻ ഒരു സമരത്തിൽ പങ്കെടുത്ത കേസിനകത്ത് ബെയിൽ കണ്ടീഷൻ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് FIR-മായി നേരെ പോയി കോടതിയിൽ പോയിട്ട് ബെയിൽ റദ്ദ് ചെയ്യണം എന്ന് പറയാൻ കാണിച്ച ആർജവം എന്തുകൊണ്ടാണ് കേരള പോലീസ് ഇവിടെ കാണിക്കാത്തത്? ആ ശുഷ്കാന്തി എന്താ ഇവിടെ ഇല്ലാത്തത്? ആ ശുഷ്കാന്തിയുടെ 1000-ൽ 1 അംശം ഇവിടെ നിന്ന് കാണിച്ചിരുന്നുവെങ്കിൽ അഖിലയും അതുല്യയും അനാഥരാകില്ലായിരുന്നു. ചെന്താമരയുമായി ബന്ധപ്പെട്ട തിരച്ചിൽ എങ്ങനെ പോകുന്നു എന്നാണ് ഞാൻ ചോദിച്ചോട്ടെ, ഒരു മാനസിക രോഗി എന്ന് ഇവർ തന്നെ പറയുന്ന ആളെ 36 മണിക്കൂറായിട്ട് കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ ഇവർ തന്നെ ഇവർക്കൊക്കെ ഒന്ന് മാർക്കിടട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമ്പർ വൺ കേരള പോലീസിന് ആ ട്രോഫി കിട്ടി, ഈ ട്രോഫി കിട്ടി, തെക്കേടത്തമ്മ പുരസ്കാരം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാർ ഇങ്ങനെ എഴുന്നേറ്റെന്ന് പറയാറുണ്ടല്ലോ. നിയമസഭയിൽ 1.5 മണിക്കൂർ തള്ളുണ്ടാകാറുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ. ആ മുഖ്യമന്ത്രിയുടെ തള്ളുള്ള പോലീസ്, ആ പോലീസിനാണ് 36 മണിക്കൂറായിട്ട് ഒരു കൊലക്കേസിലെ പ്രതിയെ, ഒരു കുടുംബത്തെ അനാഥമാക്കിയ ഒരു പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത്. അതും ഒരു ട്രോഫിയായിട്ട് ആ മക്കളുമാരുടെ ഉണ്ടല്ലോ, ആ മക്കളുമാരുടെ കരച്ചിലും ഒരു ട്രോഫിയായിട്ട് അടുത്ത നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ മുഖ്യമന്ത്രി എഴുന്നേറ്റ് 1.5 മണിക്കൂർ കൂടെ തള്ളട്ടെ.